വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന മൂവിക്ക് ശേഷം വിനീത് ശ്രീനിവാസന്റെ ഡയറക്ടോറിയലാണ് ഈ ഒരു കരം എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര. കാരണം തിരയുമായിട്ട് ഈ ഒരു മൂവിക്ക് ഒത്തിരി സാമ്യങ്ങളുണ്ട്. കാരണം തിരയുടെ പ്ലോട്ടും ഈ ഒരു പ്ലോട്ടും തമ്മിൽ അത്യാവശ്യം നല്ല സിമിലാരിറ്റി ഉണ്ട്. കാരണം ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് രണ്ടിൻ്റെയും മെയിൻ പ്ലോട്ട്. പക്ഷേ തിര പോലെ നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഒരു മൂവി തരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്. കാരണം ഇതിൽ നായകനായിട്ട് വരുന്നത് ബാബു തോമസ് ആണ്. സോ ഈ ഒരു ക്യാരക്ടർ, അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ ദേവ് മഹേന്ദ്രൻ എന്നാണ്. അദ്ദേഹം ഒരു എക്സ് മിലിറ്ററി ഓഫീസറായിരുന്നു. സോ അദ്ദേഹം ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിന്, വൈഫിൻ്റെ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിന് ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവി. അദ്ദേഹത്തിൻ്റെ പാസ്റ്റായിട്ട് കണക്ട് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവി പറയുന്നത്. സോ അതിൽ നിന്നൊക്കെ അദ്ദേഹം എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ പ്രധാന കഥയെന്ന് പറയുന്നത്. സോ നമ്മൾ എവിടെയും കേൾക്കാത്ത കഥയൊന്നുമല്ല, ഒരു പുതുമയും ഇല്ലാത്ത, നമ്മൾ ഇംഗ്ലീഷ് പടത്തിലൊക്കെ ഒത്തിരി കണ്ടുമടുത്ത കഥ തന്നെയാണ് ഇവിടെയും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടാലും നഷ്ടമില്ല, കണ്ടില്ലെങ്കിലും നഷ്ടമില്ല. സോ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഈ സിനിമയാണ്. നല്ലൊരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ നല്ലൊരു ഇമോഷണൽ ഡെപ്തുള്ള ക്യാരക്ടേഴ്സോ സ്റ്റോറിയോ ഒന്നും തന്നെ, ഒരു ഇമോഷണൽ കണക്ഷൻ എല്ലാം തന്നെ ഈ ഒരു സിനിമയിൽ നിന്ന് മിസ്സിംഗ് ആണ് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവാണ്. സോ പെർഫോമൻസ് വൈസ് അങ്ങനെ കാര്യമായിട്ട് പെർഫോം ചെയ്യാനുള്ള സംഭവങ്ങളൊന്നുമില്ല. സോ അതിൻ്റെ കൂടെ തന്നെ ഒരു ശ്വേതാ മേനോൻ്റെ ക്യാരക്ടറൊക്കെ ഉണ്ട്. ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ കോമഡി ആയിട്ട് തോന്നും. സോ അങ്ങനെ പോകുന്ന പല സംഭവങ്ങളും ഈ ഒരു മൂവിയിലുണ്ട്. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇതിപ്പോൾ തിയേറ്റേഴ്സിൽ അവൈലബിൾ ആണ്.